ഒരു യാചനയുടെ സ്വഭാവമായിരുന്നു, സ്വരമായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ യാചന സ്വീകരിച്ചുകൊണ്ട് നാളെ തന്നെ പള്ളി പ്രമാണം എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മറ്റൊന്ന്, താങ്കൾ MLA ആണ്, താങ്കൾക്ക് ഈ മണ്ഡലത്തിൽ എവിടെയെങ്കിലും സ്പേസ് കിട്ടും. പക്ഷെ കൗൺസിലർക്ക് ഇവരുടെ വാർഡിൽ മാത്രമേ സ്പേസ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു ആവശ്യം കൂടി പറയുന്നത്, ആ ന്യായം കൂടി പറയുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഞാൻ അതാണ് നിങ്ങളോട് സൂചിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷവും കൗൺസിലർമാർക്കില്ലാത്ത പ്രയാസം ഇപ്പോൾ എങ്ങനെ വരുന്നു? അവിടെ കൗൺസിലർ ഓഫീസും ഇവിടെ MLA ഓഫീസും പ്രവർത്തിക്കുന്നതുകൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ ഇരുന്നിട്ട് പോലും ഒരു പ്രയാസവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ സാങ്കത്യമില്ല. ഇനി കാലാവധി കഴിയട്ടെ, നമുക്ക് ആലോചിക്കാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നഗരത്തിന്റെ ഈ വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണിത്. ആ പ്രധാന കേന്ദ്രത്തിൽ ഓഫീസ് എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ശാസ്ത്രമംഗലം എടുത്തത്. കാരണം നമ്മുടെ 26 വാർഡുകളിലെയും ആളുകൾക്ക് വരാനുള്ള ഗതാഗത സൗകര്യം, വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, ഇതെല്ലാം നോക്കിയിട്ടാണല്ലോ ഓഫീസ് എടുക്കേണ്ടത്. അതേപോലെയാണ് ഒരു കോർപ്പറേഷൻ കൗൺസിലർക്കുള്ള കാര്യങ്ങൾ വരുന്നത്. താങ്കൾ നിലവിൽ മെയ് 10 വരെയും ഇതിന്റെ കാലാവധി നീട്ടുന്ന സെക്രട്ടറി കത്ത് നൽകിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കിട്ടാൻ സാധ്യതയുണ്ടോ? അല്ല, അത് അവർ തീരുമാനിക്കട്ടെ. അത് അങ്ങനെ കൊടുക്കേണ്ടതില്ല എന്നാണ് അവർ നഗരസഭ തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ആ സമയത്ത് നമുക്ക് നിയമപരമായിട്ടും ഒക്കെ നോക്കാം. നിലവിൽ എപ്പം വരെയാണ് കാലാവധി ഉള്ളത്? നിലവിൽ മാർച്ച് മാസം 31 വരെ കാലാവധിയാണ്. അതായത് ഫിനാൻഷ്യൽ ഇയറിലാണ് അതിന്റെ നീട്ടി തന്നിട്ടുള്ളത്. അത് ആ സമയത്ത് വരെയുണ്ട്. അല്ല, ഫോൺ സംഭാഷണത്തിൽ മാഡം പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതില് ഞാൻ പറയാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രശ്നത്തിന്റെ കാര്യമില്ല. നേരത്തെ പറഞ്ഞല്ലോ, യാതനാസ്വരത്തിലെങ്കിലും ഓഫീസ് ഒഴിയണമെന്ന് ശ്രീലേഖ മാഡം എന്നോട് ആവശ്യപ്പെട്ടു. പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു. അത് വളരെ ക്ലിയർ ആണ്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. കോർപ്പറേഷന്റെ നോട്ടീസ് കിട്ടിയാലും ഞാൻ പറയുന്നത് മാർച്ച് മാസം 31 വരെ ഞങ്ങൾ ഒഴിയാൻ തീരുമാനിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് കോർപ്പറേഷൻ കൗൺസിൽ പുതുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് അപ്പൊ നേരിടാം. ഈ മേയറായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഓഫീസ് ഉപയോഗിക്കാമായിരുന്നു എന്നുള്ളൊരു വാചകം പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഈ ശബ്ദരേഖ പുറത്തുവിടണമെന്ന് അവർ ആവശ്യപ്പെടുന്നത്. അല്ല, അത് അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മുൻ മേയറായിരുന്ന ഒരാളാണ് ഇപ്പൊ MLA ആയിരിക്കുന്നത്. MLAക്ക് സ്വാഭാവികമായിട്ടും പ്രിവിലേജ്. അപ്പൊ ആ ഒരു കൗൺസിലർ വിളിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. കൗൺസിലർക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അത് കോർപ്പറേഷൻ മേയർ വഴി സെക്രട്ടറി അറിയിച്ച് ഒഴിയണമെന്നുള്ള നോട്ടീസ് തന്നാൽ മതി. എങ്കിൽ അപ്പോഴല്ലേ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ നേരെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം.